നമസ്കാരം. ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം. ധനുരാശി, മൂലപൂരാടം, ഉത്തരാടങ്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ധനുരാശി. ധനുരാശിയുടെ രാശിയാധിപനായ വ്യാഴം ധനുവിൻ്റെ അഷ്ടമഭാവത്തിലും 6ാം ഭാവാധിപനായ ശുക്രൻ കർമ്മഭാവത്തിലുമാണ് 2026 ഓഗസ്റ്റ് മാസത്തിൽ സ്ഥിതി ചെയ്യുന്നത്. മേൽപ്പറഞ്ഞ ഗ്രഹസ്ഥിതി അനുസരിച്ച് പൊതുവെ ശരീരത്തിൽ വേദന, പ്രത്യേകിച്ച് ജോയിൻസ് പെയിൻ എന്നിവ അനുഭവപ്പെടും. ക്ലേശകരമായ യാത്രകൾ ഒഴിവാക്കണം. അമിതമായ ജോലിയിൽ നിന്നും അകന്നു നിൽക്കുക. നല്ല ആഹാരം കഴിക്കുകയും ആവശ്യത്തിന് ഉറങ്ങുകയും ചെയ്യുക. 5ാം ഭാവാധിപനായ ചൊവ്വ ഓഗസ്റ്റ് മാസത്തിൽ കൂടുതൽ ദിവസവും ധനുവിൻ്റെ 7ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചൊവ്വയുടെ 7ാം ഭാവത്തിലെ സ്ഥിതി അത്ര ഗുണകരമല്ല എങ്കിലും 5ാം ഭാവാധിപൻ്റെ 7ാം ഭാവത്തിലെ സ്ഥിതി വിദ്യാർത്ഥികൾക്ക് സകലവിധ ഐശ്വര്യങ്ങളും നൽകും. മത്സര പരീക്ഷകളിൽ കഠിനാധ്വാനത്തിനനുസരിച്ച് ഫലം ലഭിക്കും. പഠനത്തിൽ ആത്മവിശ്വാസം വർദ്ധിക്കാൻ സാധ്യത കാണുന്നു. ബിരുദാനന്തര ബിരുദം, ഗവേഷണം, പ്രൊഫഷണൽ കോഴ്സുകൾ എന്നിവ ചെയ്യുന്നവർക്ക് നല്ല പുരോഗതി ഉണ്ടാകും. വിദേശത്ത് പോകാൻ മത്സര പരീക്ഷ എഴുതുന്നവർക്ക് വിജയം ലഭിക്കും. 10ാം ഭാവാധിപനായ ബുധൻ ഓഗസ്റ്റ് മാസത്തിൽ 3 രാശികളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഇതിൽ ഓഗസ്റ്റ് 5 മുതൽ ഓഗസ്റ്റ് 22 വരെ അഷ്ടമത്തിൽ കൂടുതൽ ദിവസം സ്ഥിതി ചെയ്യുന്നു. ഈ സമയത്ത് വലിയ നേട്ടങ്ങൾ നിങ്ങളുടെ കർമ്മരംഗത്ത് അനുഭവപ്പെടും. ചെയ്യുന്ന തൊഴിലിന് അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും ലഭിക്കും. അധ്യാപനം, വിദ്യാഭ്യാസ മേഖല, നിയമം, ഭരണസേവനം, സർക്കാർ ജോലി, ബാങ്കിങ്, ധനകാര്യം, വിദേശ ബന്ധമുള്ള ജോലികൾ എന്നിവ ചെയ്യുന്നവർക്ക് വരുമാനം വർദ്ധിക്കും. 7ാം ഭാവാധിപനായ ബുധൻ അഷ്ടമഭാവത്തിൽ നിൽക്കുന്ന സമയത്താണ് ബിസിനസ്സുകാർക്കും അനുകൂല ഫലങ്ങൾ ലഭിക്കുന്നത്. വ്യാപാരത്തിൽ നിന്ന് ധനം വർദ്ധിക്കും. പേരും പ്രശസ്തിയും വർദ്ധിക്കും. പുതിയ അവസരങ്ങൾ ലഭിക്കും. ആശയവിനിമയം, കൺസൾട്ടൻസി, മീഡിയ, മാർക്കറ്റിംഗ് എന്നീ ഫീൽഡുകളിൽ നിന്ന് വരുമാനം വർദ്ധിക്കും. ചിലവുകളും നിക്ഷേപങ്ങളും നിയന്ത്രിക്കണം. പുതിയ ബിസിനസ്സുകൾ വികസിപ്പിക്കാൻ അവസരമുണ്ടാകും. പ്രണയബന്ധത്തിന് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. തുറന്ന സംഭാഷണം ആവശ്യമാണ്. ദമ്പതികൾക്കും അത്ര സുഖകരമായ അവസ്ഥയല്ല ഉണ്ടാകുന്നത്. പരസ്പരം ഒരുമിച്ച് തീരുമാനങ്ങൾ എടുക്കുക. വിവാഹാലോചന നടത്തുന്നവർക്ക് തീരുമാനമെടുക്കാൻ താമസമുണ്ടാകും. നിത്യവും ശനീശ്വരൻ്റെ കീർത്തനങ്ങൾ ജപിക്കുന്നത് ഗുണകരമാണ്. ശനിയുടെ വക്രാവസ്ഥ ശനിദോഷത്തിന് കുറവ് വരുത്തും.